16-ാം നൂറ്റാണ്ടിലെ റോമിന്റെ അപ്പൊസ്തലനും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു പ്രത്യേക വ്യക്തി പ്രഭാവത്തിനുടമയുമായിരുന്നു വിശുദ്ധ ഫിലിപ്പ് നേരി. ഏതാണ്ട് 50 വർഷത്തോളം ജ്വലിക്കുന്ന ദൈവസ്നേഹത്തിന്റെ തീവ്രതയുമായി വിശുദ്ധൻ തന്റെ പ്രേക്ഷിത ദൗത്യം നിർവഹിച്ചു. ഈ 50 വർഷ കാലയളവിൽ വിശുദ്ധൻ സഭാപുരോഹിതരുടെ ആധ്യാത്മികതയെ നവീകരിക്കുകയും മുഴുവൻ നഗരത്തിനും പുതിയ ആത്മീയ ചൈതന്യം നൽകുകയും ചെയ്തുകൊണ്ട് തന്റെ അപ്പസ്തോലിക ദൗത്യത്തിന് സന്തോഷകരമായ പരിസമാപ്തി നൽകുകയും ചെയ്തു. റോമിലും മറ്റു പ്രദേശങ്ങളിലെ കത്തോലിക്ക സമൂഹങ്ങളിലും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന തുടർച്ചയായി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന പതിവ് തിരികെ കൊണ്ടുവന്നത് വിശുദ്ധ ഫിലിപ്പ് നേരിയാണ്. വിശുദ്ധ ഫിലിപ്പ് നേരി റോമിന്റെ മാധ്യസ്ഥ വിശുദ്ധരിൽ ഒരാളാണ്. മാത്രമല്ല, അവിടെ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള വിശുദ്ധരിൽ ഒരാൾ കൂടിയാണ് ഫിലിപ്പ് നേരി. വിശുദ്ധന് യുവാക്കളോട് പ്രത്യേക സ്നേഹമായിരുന്നു. വിശുദ്ധന്റെ വാക്കുകൾ ശ്രവിക്കുവാനായി യുവജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടുമായിരുന്നു. ഒരു കുമ്പസാരകൻ എന്ന നിലയിൽ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിനായി. തന്റെ പ്രവർത്തനങ്ങളുടെ സ്ഥിരതയ്ക്കായി വിശുദ്ധൻ ഒരു സുവിശേഷ പ്രഘോഷകരുടെ ആത്മീയ സഭയ്ക്ക് രൂപം നൽകി. മതപരമായ പ്രതിജ്ഞകൾ ഇല്ലാത്ത ഒരു ആത്മീയ സഭയായിരുന്നു അത്. സഭാപരമായ പ്രബോധനങ്ങളും വിനോദ പരിപാടികളും ഉൾപ്പെടുന്ന സാമൂഹ്യ കൂട്ടായ്മയിലൂടെ വിശ്വാസികളുടെ ഉള്ളിലെ ഭക്തിയെ ജ്വലിപ്പിക്കുക എന്നതായിരുന്നു ഈ സഭയുടെ ലക്ഷ്യം.